നായകൻ. നായകൻ എന്ന് മാത്രമാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ വിനായകനാണ് നായകൻ, അപ്പോഴാണ് ഈ എടുത്തത്. അങ്ങനെയാണ് നായകൻ. കിട്ടുന്ന ചാൻസിലൊക്കെ എന്റെ വിട്ടുപോകും. എന്റെ പേര് വയ്ക്കുമ്പോ അങ്ങനെ എഴുതാൻ പറ്റില്ല. മൂട്ടി പറഞ്ഞതുപോലെ 30 വർഷത്തോളം സിനിമയിൽ സജീവമായി നിൽക്കുന്ന ഓരോ കഥാപാത്രത്തിലും അദ്ദേഹത്തിൻ്റെതായ തനത് ശൈലിയിൽ എക്സെൻട്രിക് ആയി അവതരിപ്പിച്ച് നമ്മളെ കൈയടിപ്പിക്കുന്ന അഭിനേതാവ് തന്നെയാണ്. നമുക്കിടെ പെർമിഷനോട് കൂടി അല്ല, നായകനെ ലാസ്റ്റ് വിളിക്കുന്നു. ശരി, അവർ സമ്മതിക്കുന്നില്ല. ഒരു അറിയാലോ, ലൈഫിൽ നടക്കുന്ന സംസാരിക്കാൻ നന്നായിട്ട് അഭിനയിക്കാൻ കഴിയും. ഇനി ഉണ്ടാവില്ല ഇങ്ങനെ ഒരു സിറ്റുവേഷൻ. ആർക്കും ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നണം. അത്ര ബാക്കിയുള്ളവരെ അഭിനയകൻ. സന്തോഷം. രണ്ട് വാക്കിലെല്ലാം ഒതുക്കിയല്ലേ? ബാക്കി ഞാൻ പറയാം. ഈ ക്ലാസ്സിൽ കുസൃതി കാണിക്കുന്ന ഒത്തിരി കുട്ടികളുണ്ടാവും. പക്ഷേ കുസൃതി കാണിക്കുന്നവരോട് നമുക്കൊരു വാത്സല്യം തോന്നും. അങ്ങനത്തെ ഒരു കുസൃതിക്കാരനാണ് വിനായകൻ. വിനായകൻ ഒരുപാട് കുസൃതികൾ കാണിക്കുമെങ്കിലും ഒരു വാത്സല്യം നമുക്ക് എല്ലാവർക്കും ഇയാളുടെ സിനിമ കാണുമ്പോൾ തോന്നിപ്പോ ഇത് നമ്മൾ അല്ലാതെ കാണുന്ന വിനായകനാണോ എന്ന് തോന്നിപ്പോ. പക്ഷെ അല്ലാത്ത കാണുന്ന വിനായകൻ ഇതിനേക്കാളും നല്ലതാണ്. ശരിക്കും കാണാൻ എന്താ നായകൻ വന്നു. ഇനി ആരാണ് ബാക്കിയുള്ളത്? നായിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, നായികമാർ. നമുക്ക് shall we proceed to welcome? വിളിച്ചോ. Okay.